അസ്സലാമു അലൈക്കും പ്രിയ കൂട്ടുകാരെ, തേൻമൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ അധ്യാപകനും പീസ് റേഡിയോയിലും മറ്റു പരിപാടികളിലും നമ്മൾ പലതവണ കണ്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സലാം സാറാണ്. സലാം സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ആഴത്തിൽ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വായനയെക്കുറിച്ച് സലാം സാറോട് ഇത്തിരി ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സാർ നല്ലോണം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നല്ലോണം വായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വായനക്കും ഓരോ ഡെപ്ത് ഉണ്ടാവുമല്ലോ. നമ്മളുടെ സമയത്തിനനുസരിച്ച് നമ്മൾ വായിക്കും. പക്ഷേ വായിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും പൊതുവെ നമ്മൾ അംഗീകരിക്കുന്നൊരു കാര്യം, വായന മനുഷ്യന് ഗുണമുള്ളതാണ്. അപ്പോൾ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കൂലേ, അതേപോലെ ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും. ഇത് രണ്ടും ശരീരത്തിന് ആവശ്യമാണ്. വെള്ളം കുടിക്കാതിരുന്നാൽ ഡീഹൈഡ്രേറ്റ് ചെയ്ത് നമുക്ക് പ്രശ്നമാവും. ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മൾ ശോഷിച്ചു പോകും. ഇതേപോലെ നമ്മൾ ശരീരം എന്ന ഒരു ഭൗതിക വസ്തു മാത്രമല്ലല്ലോ, നമ്മുടെ മനസ്സുണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ അകം ഒന്നുകൂടി ആരോഗ്യപരമായിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വായന എന്നുള്ളതാണ്. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ തുടങ്ങുന്നത് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനവുമായിട്ടാണല്ലോ. അപ്പം മനുഷ്യൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വായിക്കുന്നുള്ളൂ. മറ്റുള്ള ജീവികളൊന്നും എന്ത് ചെയ്യുന്നില്ല, എഴുത്ത് വായനതില്ലല്ലോ, മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എഴുതാൻ പഠിപ്പിച്ചതും വായിക്കാൻ പഠിപ്പിച്ചതും ഒക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭക്ഷണം കഴിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് ഏറ്റവും പ്രധാനമാണ് വായന. അപ്പോൾ ആ വായന ഉണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ട, മനുഷ്യൻ കാലങ്ങളായി ലോകത്ത് മനുഷ്യൻ്റെ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നത് ഈ വായനയിലൂടെയും പഠനത്തിലൂടെയാണ് സംഭവിക്കുന്നത്. വായിക്കുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ തലച്ചോറ് അതിൻ്റെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റാണ് ഉണ്ടാകുന്നത്. പിന്നെ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പുസ്തകത്തിൽ ഒരു കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരു നാടിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഒരു ചരിത്രം പറയുന്നു. ശരിക്കും അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ആ സ്ഥലത്തേക്ക് പോകും അല്ലേ, നമ്മളെ മൈൻഡ് അങ്ങോട്ടേക്ക് പോകും. നമ്മളെ മൈൻഡ് അങ്ങോട്ടേക്ക് പോകും. നമുക്ക് ഇമാജിനേഷൻ പവർ നമുക്കുണ്ടാവും. ആ ഇമാജിനേഷൻ പവർ എന്ന് പറയുന്നത്, ഇമാജിൻ ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ളൊരു ഇതാണ്. അത് ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വായന. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യുക വഴി നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കും അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതാണ് കൂടുതൽ വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ വായന ശീലമാക്കിയ ഒരാൾക്ക് കൂടുതൽ കാര്യം ശ്രദ്ധിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ സ്വാലി പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, സ്വാലി എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും? കുറച്ചൊക്കെ വായിക്കലുണ്ട് അല്ലേ. അപ്പോൾ നന്നായിട്ട് വായിക്കുന്നു. ഒരു പക്ഷേ സ്വാലി ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് എനിക്ക് പറയാം. അപ്പോൾ സ്വാലി ബുക്ക് വായിക്കുമ്പോൾ സ്വാലി അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും? അതായത് നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ആ ബുക്കിന്റെ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കും. അതായത് ഇപ്പൊ നമ്മള് വീട്ടിലിരുന്നാണ് വായിക്കുന്നത്, പക്ഷെ നമ്മൾ ബുക്കിന്റെ ലോകത്തേക്ക് നമ്മൾ എത്തും. ബുക്കിൽ എന്താണോ പറയുന്നത് അതിൽ കഥാപാത്രം എന്താ സംസാരിക്കുന്ന അവിടെ, അപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു വൈകാരികമായ ഒരു തലത്തിലൂടെ കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വായന നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് അതുകൂടിയാണ്. അതിൻ്റെക്കാൾ അപ്പുറത്ത് അറിവ് നമുക്ക് നൽകുന്ന കാര്യമാണ്. അറിവുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതം സക്സസ് ആവാൻ പറ്റുള്ളൂ, വളരാൻ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടത് ജ്ഞാനത്തിലൂടെയാണ് നേടിയെടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥമാണ് ഖുർആൻ അല്ലേ. അപ്പോൾ ആ ഒരു പുസ്തക വായന എന്ന് പറയുന്നത് അത് അള്ളാഹ് മനുഷ്യന് കൂടുതൽ വായിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് വായിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിച്ചിരിക്കണം. അപ്പോൾ അത്രയും പ്രാധാന്യം വായനക്കുണ്ട്. ജീവിത അവസാനം അതിനൊരു അവസാനമല്ല, ഇത്ര ദിവസമേ വായിക്കാവൂ എന്നില്ല. ജീവിത അവസാനം വരെ വായിച്ചു കൊണ്ടിരിക്കുന്ന ആൾ, വലിയ വലിയ പണ്ഡിതന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഇമാമുമാരും ഇസ്ലാമിക ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അവിടെയൊക്കെ വലിയ വലിയ ലീഡേഴ്സുകളൊക്കെ അവരൊക്കെ വായിക്കുന്ന ആളുകളായിരുന്നു. വായന ഇല്ലാത്ത ഒരാൾ ശരിക്കും ജഡാണ്, അറിവില്ലാത്ത ഒരാളാണ്. അവൻ മരിച്ചു പോയിട്ടുണ്ടെന്ന് അർത്ഥം. ശരീരം ജീവനുണ്ട്, പക്ഷെ അവൻ്റെ അകം മരിച്ചുപോയി. ഫിസിക്കലി മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളൂ. അതെ അതെ.
അപ്പോൾ സാർ ഇപ്പോൾ വായനയുടെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു. ഇനി എങ്ങനെയാണ് വായന ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് പറയാൻ പറ്റും? അപ്പോൾ ശരിയാണ്. അതായത് വായനക്ക് വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനുള്ള വലിയൊരു സിദ്ധിയുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടുകാരൻ എങ്ങനെ ഒരാളെ സ്വാധീനിക്കാം? അപ്പോൾ വായിക്കുന്ന ഒരാൾ ആ പുസ്തകങ്ങളെയും വായനയും ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. അപ്പോൾ അവിടെ ശരിക്കും നമ്മുടെ ഇൻപുട്ടാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഒരു കാര്യം എടുക്കുമ്പോൾ അത് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരും. അപ്പോൾ അവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്ത് വായിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വായനക്കനുസരിച്ചായിരിക്കും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ നമ്മൾ രൂപപ്പെടുത്തുന്നത്. അതല്ല നമ്മൾ വായിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ കേവലം ടൈം പാസിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രത്യേകിച്ച് മനുഷ്യനെ ഇമ്പ്രൂവ് ചെയ്യാവുന്ന അവൻ്റെ അകം ജീവിപ്പിക്കാവുന്ന ഒന്നും അതിലില്ലെങ്കിൽ അത് അവൻ്റെ വ്യക്തിത്വം മോശമായിട്ട് രൂപപ്പെടുത്തുക. നേരെ മറിച്ച് അവൻ വായിക്കുന്നത് അവൻ്റെ അകം വെളിച്ചം നൽകുന്ന നല്ല കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലൂടെ അയാൾ വളരെ ഇഷ്ടത്തോടു കൂടി വായിച്ചു പോകുന്ന അതിൻ്റെ ഇമോഷൻ, അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അവൻ അറിയാതെ അതിൻ്റെ കൂടെ പോകുമ്പോൾ അത് ആ വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ സെലക്റ്റീവ് ആയിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ടാണ് വ്യക്തിത്വം രൂപപ്പെടുന്നിടത്ത് വായനയ്ക്ക് സ്വന്തം മോശപ്പെട്ട വായനകളിലേക്ക്, മോശപ്പെട്ട സാഹിത്യങ്ങളിലേക്ക് ഒക്കെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ഇൻപുട്ടാണ്. ആ ഒരു ക്യാരക്ടർ, അതിനനുസരിച്ചുള്ള ആ വായന അവൻ്റെ ക്യാരക്ടറിനെ സ്വാധീനിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ബുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ വായനയോടുള്ള പാഷൻ കൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ വേറെയും ചില കാര്യങ്ങളുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ക്രിറ്റിക്കലായിട്ടുള്ളൊരു വായന ഉണ്ടാവണം. അതായത് അതിൽ ശരി ഏത് തെറ്റേത് എന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. അതല്ലാതെ ഒരു പുസ്തകത്തെ അന്ധമായി നമ്മൾ അനുകരിക്കേണ്ട പുസ്തകം എന്തേ ഉള്ളൂ? പുസ്തകം നല്ല കിതാബ്, അത് ഖുർആൻ മാത്രമേ ഉള്ളൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ ആ രൂപത്തിൽ നമുക്ക് ഈ ഒരു ബേസ് വെച്ചിട്ട് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത്, അതിൻ്റെ ജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്, അറിവുമായി ബന്ധപ്പെട്ട്. പിന്നെ നമ്മൾ മറ്റു പല പുസ്തകങ്ങളും ഉണ്ടാവുമല്ലോ, നമ്മുടെ സാഹിത്യത്തിലുള്ള പുസ്തകങ്ങൾ, ഭാഷാ മികവ്. നമ്മൾ തുടക്കത്തിൽ ചോദിച്ചു എൻ്റെ ഗുണം എന്തായിരുന്നു. അപ്പോൾ ഒരാളുടെ വെക്കാബുലറി പവർ ഉണ്ടാക്കാൻ വായനക്ക് കഴിയും. അപ്പോൾ അവിടെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ആസ്വാദനം, വെക്കാബുലറി കിട്ടുന്നതിന് അപ്പുറത്തേക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ബാഡ് മെസ്സേജ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ആ പതിര് മാറ്റി വെച്ചിട്ട് അതിൽ നെല്ലെടുക്കാൻ നമുക്ക് പറ്റണം. ഇതാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ സാർ ഇപ്പം വായന എങ്ങനെയാണ് ഒരു മനുഷ്യനെ ബാധിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മളെപ്പോലുള്ള കുട്ടികൾ ഈ കാലത്ത് സോഷ്യൽ മീഡിയയിലും മറ്റു കാര്യങ്ങളിലൊക്കെ അഡിക്റ്റ് ആവുന്നുണ്ട്. ചിലരൊക്കെ, എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല, ചിലർ അഡിക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഈ വായനാശീലം കുറയുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? പൊതുവെ ഇന്ന് നടക്കുന്ന വലിയൊരു ചർച്ചയാണ്. പണ്ടത്തെ പോലെയുള്ള ഒരു ഗൗരവമായിട്ടുള്ളൊരു വായന കുട്ടികൾക്കില്ല എന്നുള്ള ഒരു ചർച്ചയുണ്ട്. കാരണം ചില യാഥാർത്ഥ്യങ്ങൾ അതിലുണ്ട്. അതായത് ഗാഡ്ജറ്റിൻ്റെ ലോകത്താണുള്ളത്. അപ്പം ഗാഡ്ജറ്റിനോടാണ് ഇഷ്ടം, പുസ്തകങ്ങൾ കേവലം പാഠപുസ്തകങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. അപ്പം പുസ്തകങ്ങളോടുള്ള ആ താല്പര്യം കുറഞ്ഞു പോകുന്നത് കൊണ്ട് അതിനുള്ള ഒരു അവസരം, അതിൻ്റെ ആ ഒരു സ്ഥാനത്തേക്ക് ഗാഡ്ജറ്റുകൾ വരുമ്പോൾ അതിലാണ് സമയം കഴിഞ്ഞു പോകുന്നത്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് പുസ്തക വായന എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ ശീലമായി വരേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞുനാളിൽ തന്നെ ഒരു കുട്ടിയുടെ ജന്മന എന്തുണ്ട്, നമുക്ക് വായിക്കാനും പുസ്തകം വായിക്കാനും ഇഷ്ടമുണ്ട്. സോ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ബുക്കിനോട് കൂടെ ഇരുന്നതും ബുക്ക് മറിച്ച് നോക്കിയതൊക്കെ ഓർമ്മ ഉണ്ടാവും. ചിലപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടാവും, ഇനി ഓർമ്മ ഇല്ലെങ്കിൽ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ അനിയന്മാരൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടി, ആ പുസ്തകവുമായിട്ടുള്ള ഭയങ്കര കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളർന്നു വരവേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുസ്തകങ്ങളെ വായിക്കാനും അതിനോടുള്ള താല്പര്യം, നമ്മുടെ അഭിരുചിക്കനുസരിച്ച് പുസ്തകങ്ങൾ സെലക്ട് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ചില കുട്ടികൾ വളരെ സീരിയസ് ആയിട്ട് വായിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ പാരൻസും രക്ഷിതാക്കളും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒക്കെ എന്ത് ചെയ്യണം, ഈ പുസ്തക വായനയുടെ ഒരു ലോകത്തേക്ക് വരെ കൊണ്ടുവരാൻ പറ്റണം. കാരണം ഡിജിറ്റൽ വായന ഉണ്ട്, അത് ഗുണം ചെയ്യും. പക്ഷെ കണ്ണിനും കൂടുതൽ എളുപ്പവും ശാരീരികവും മാനസികവുമായും കുറച്ചുകൂടിയും ഏറ്റവും ലളിതവും ഏറ്റവും സൗകര്യവുമായിട്ടുള്ളത് പുസ്തക വായനയാണ്. മറ്റേതിനൊരു ലിമിറ്റ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബാഡനാവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത് വായിക്കണ്ട എന്നല്ല, അതിനേക്കാൾ കൂടുതൽ എന്ത് വായിക്കണം, പുസ്തകത്തിലൂടെ വായിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ വായനശീലത്തെ പറ്റി പറഞ്ഞു. ഇനി എങ്ങനെയാണ് കുട്ടികളിലെ വായനശീലം വളർത്തിയെടുക്കുക എന്നതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? അപ്പോൾ സോലയെ നമുക്കിപ്പോൾ ഒരാൾക്ക്
ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടത് ശീലമാവും. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ആദ്യം അതിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ. അതെ അതെ, ആ ടേസ്റ്റ് അറിഞ്ഞ ഒരാൾക്കാണ് പിന്നീട് അതൊരു ശീലമായിട്ട് വരുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഉള്ളിൽ വായിക്കാനും അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ ആ ക്യൂരിയോസിറ്റിയിൽപ്പെട്ട ഒന്നാണ് ഈ പുസ്തകത്തോടുള്ള, അത് മറിച്ചു നോക്കാനും പഠിക്കാനും, ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തും ജ്യേഷ്ഠന്മാരും അനിയന്മാരും അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്ന ആളുകളൊക്കെ അവർ വായിക്കുന്നത് കാണുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ ഉമ്മമാരും ഉപ്പമാരും കുട്ടിക്ക് അവർ വായിക്കുന്നത് കുട്ടി കാണാൻ പറ്റണമെന്ന്. പിന്നെ ഒന്ന്, വായനയുടെ ഒരു അന്തരീക്ഷം വീട്ടിൻ്റെ അകത്തുണ്ടാവണം. കാരണം വീട്ടിലെല്ലാവരും വായിക്കുന്നതും പുസ്തകത്തോട് ഭയങ്കര ഒരു താല്പര്യം, സെലക്റ്റീവായ പുസ്തകങ്ങൾ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അതിനോടൊരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ ഒന്ന്, സ്കൂളിൽ അങ്ങനെ വായിക്കാൻ പറ്റിയിട്ടുള്ള സംസാരങ്ങളും സുഹൃത്തുക്കളും അവർക്കുണ്ടാവണം. ലൈബ്രറികൾ സന്ദർശിക്കാൻ പറ്റണം. പുസ്തകത്തിൻ്റെ ഷോപ്പുകളിൽ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ പുസ്തകത്തോടൊരു ഇഷ്ടം തോന്നും. അതിൽ സെലക്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. അത്തരം കാര്യങ്ങൾ കേൾക്കാനും അതിൻ്റെ ഗുണം പിന്നെ പോകെ പോകെ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഗുണം അവന് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് എന്ത് ചെയ്യും, കൂടുതൽ വായിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും. പിന്നെ വീട്ടിലുള്ള ലൈബ്രറി, അതുപോലെ നമ്മുടെ സ്കൂളിലെ ലൈബ്രറി, പിന്നെ നാട്ടിലുള്ള ലൈബ്രറികളിലൊക്കെ ഒന്ന് അങ്ങത്തെടുക്കുക. എന്നിട്ട് നല്ല ബുക്ക് ഏതെന്ന് നോക്കിയിട്ട് അത് കണ്ടെത്തി വായിക്കാനുള്ളൊരു ശ്രമം. അപ്പോൾ ചെറിയ പുസ്തകങ്ങൾ വായിച്ച് പതിയെ എന്ത് ചെയ്യണം, വലിയ പുസ്തകങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില റിവാർഡുകൾ, ആ റിവാർഡാണ് പിന്നെ ചില വായനാ മത്സരങ്ങളിൽ പങ്കെടുക്കുക. ഇത് വായിച്ചുകൊണ്ട് എനിക്ക് ഗുണമുണ്ട് എന്ന് തിരിച്ചറിയാം. എൻ്റെ സംസാരത്തിന് മാറ്റങ്ങളുണ്ട്, എൻ്റെ എഴുത്തിന് മാറ്റങ്ങളുണ്ട്, എൻ്റെ ആശയലോകം വികസിക്കുന്നുണ്ട്, എനിക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ശീലങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്താൻ പറ്റും. അതിൽ പാരൻസ്, ടീച്ചേഴ്സ് ഒക്കെ അതിലൊരു കുട്ടിയെ ഇതാക്കുന്നത്. അപ്പോൾ സ്വാലിഹിനെ അറിയാം, സ്വാലിഹ് പുസ്തകത്തോട് ഇഷ്ടമുണ്ടായത് എന്ന് മുതലായിരിക്കും? ഞാൻ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ വായനാ ദിനത്തിൽ മത്സരം ഉണ്ടായിരുന്നു, വായനാ മത്സരം. അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടി. അന്നാണ് എൻ്റെ ഉള്ളിൽ ആ കഴിവ് ഞാൻ തിരിച്ചറിയുന്നത്. അയ്യോ, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ എല്ലാ കുട്ടികൾക്കും അവസരങ്ങൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വായന ഒരു ശീലമാക്കിയെടുക്കാനും അതിലേക്ക് എത്താനും അത് ആസ്വദിക്കാനും പറ്റുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ആസ്വാദനത്തിൽ നിന്ന് അത് അവസാനം അതൊരു ശീലത്തിലേക്ക് വരും. അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി ഒരു 5 പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പേജ്, ഒന്നും വേണ്ട, ഒരു പേജ് ഒരു ദിവസം വായിക്കുക, ഒരു 5 മിനിറ്റ് വായിക്കുക. ഒരു മാസം കൊണ്ട് എത്ര പേജായിരിക്കും? അപ്പോൾ ഒരു വർഷം കൊണ്ട് എത്ര പുസ്തകമായിരിക്കും? വെറുതെ കളയുന്ന സമയങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു രൂപത്തിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ടൈപ്പിലെ പുസ്തകങ്ങളുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഫിക്ഷൻ പുസ്തകങ്ങളുണ്ടാവും, നോൺ ഫിക്ഷൻ പുസ്തകങ്ങളുണ്ടാവും. നമുക്ക് നമ്മളുടെ വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്ന നോൺ ഫിക്ഷൻ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ഭൗതികമായി, സയൻസുമായി ബന്ധപ്പെട്ടത്, ഈ ലോകവുമായി ബന്ധപ്പെട്ടത്, നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തെ നമ്മൾ ശരിക്കും കണ്ണുകൊണ്ടുള്ള വായനയുണ്ട്. ആ വായനയിലേക്ക്, വായന കൊണ്ട് ഈ വായനയിലേക്ക് നമ്മൾ എത്തിക്കണുണ്ടാവും, പ്രപഞ്ചത്തിലേക്കുള്ള വായന. അതിലൂടെയൊക്കെ നമ്മൾ എവിടെ എത്തുന്നത്, പടച്ചവനിലേക്ക് എത്തുന്നുണ്ട് ആ വായന കൊണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനത്തെ വായനക്ക് നമുക്ക് ഇൻഷാല്ല പിന്നെ പറയാം. അതിൽ ചില ടെക്നിക്കുകളുണ്ട്. പിന്നെ നമ്മുടെ വെക്കാബുലറി, ഇമാജിനേഷൻ പവറും നമ്മുടെ വാക്കുകളുടെ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും അതിമനോഹരമായ സെൻറ്റൻസുകൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, ഭാഷാശുദ്ധി, ഇതൊക്കെ കിട്ടുന്ന സാഹിത്യ പുസ്തകങ്ങളുണ്ടാവും, നല്ല സാഹിത്യ പുസ്തകങ്ങൾ. അത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ ആ രൂപത്തിലാണ് അതിൻ്റെ വായന ഉള്ളത്. ഇങ്ങനെയൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മികവ് നമുക്കുണ്ടാവും. ഈ എപ്പിസോഡിൽ ഇപ്പോൾ നമ്മൾ സലാം സാറിൽ നിന്നും വായനയെക്കുറിച്ച് കുറേ അറിവുകൾ നമുക്ക് ലഭിച്ചു. അപ്പോൾ ഇനിയും നമുക്ക് സലാം സാറിൽ നിന്ന് കുറേ വിശേഷങ്ങൾ ലഭിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് സലാം സാറിനോട് ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ അടുത്ത എപ്പിസോഡിനായിട്ട് എല്ലാവരും തയ്യാറായിട്ടിരിക്കും. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ